ഹലോ. അപ്പൊ നമ്മളിന്ന് അക്ഷയ തൃതീയായിട്ട് എൻ്റെ ചേച്ചിക്ക് ഒരു മാല എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഭീമ ജ്വൽസിലാണ്. അപ്പോൾ ഇവിടെ കുറെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം മാല എങ്ങനെയുണ്ടെന്ന്. ചേച്ചിനെ കാണിക്കണോ? ചേച്ചിനെ കാണിക്കും. ഇതാണ് എൻ്റെ ചേച്ചി. അക്ഷയ തൃതീയ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ജ്വല്ലറിയില്. ശരിക്കും ഈ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ആക്ച്വലി നോർത്ത് ഇന്ത്യൻസ് ആണ് ഇത് കൂടുതലായിട്ട് ആഘോഷിക്കുന്നതായിട്ട് അതിൽ പറയുന്നത്. ഇത് 2007 മുതൽ എന്തായാലും ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ആ സമയത്ത് എൻ്റെ അമ്മച്ചി എനിക്ക് ജ്വല്ലറി പോയിട്ട് എന്തോ മോതിരം എന്തോ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. മൊത്തത്തില് വൈശാഖ മാസത്തിൽ വരുന്ന എന്തോ ഒരു സംഭവം എന്ന് മാത്രമേ എനിക്കറിയാം. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നമുക്കൊരു 10-11 വയസ്സൊക്കെ ഉള്ളപ്പോൾ മുതലാണ് ഈ സംഭവം കേരളത്തിലേക്ക് വന്നതെന്നാണ് എൻ്റെ ഒരു അറിവിലുള്ളത്. ഇനി അങ്ങനെയല്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് ഒരു മാല വാങ്ങിക്കാനായിട്ടുള്ള ചെറിയൊരു പ്രയാണത്തിലാണ്. ചേച്ചിയുടെ പേര് ശ്രുതി എന്നാണ്. സോ ശ്രുതിയുടെ പ്രയാണം. നമുക്ക് മാലയൊക്കെ കാണിച്ചു തന്നത് ഈ ചേച്ചിയായിരുന്നു. അതിൽ ഈ മുത്ത് പോലെ വരുന്ന ഡിസൈൻ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ചേച്ചി ഇത് പെട്ടെന്ന് ഡാമേജ് ആയി പോകുമെന്ന് പറഞ്ഞിട്ടാണ് അത് എടുക്കാഞ്ഞത്. പിന്നെ മാലയ്ക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ലോക്കറ്റ് കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വലുതായിട്ട് അങ്ങനെ ചേച്ചിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. സോ ലോക്കറ്റ് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഭീമയിൽ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻസും ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചി നോക്കിയത് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു മാല ആയതുകൊണ്ട് തന്നെ മുത്തൊന്നും ഇല്ലാത്ത ഒരു സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചെയിനാണ് ചേച്ചി സെലക്ട് ചെയ്തത്. പിന്നെ ഞാനിപ്പോൾ കണ്ടൻറ് ക്രിയേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ വെച്ച് തോന്നിയിട്ടുള്ള കുറച്ച് തോട്ട്സ് ഞാൻ അവിടെ വെച്ചൊന്ന് റെക്കോർഡ് ചെയ്തു. പിന്നെ അപ്പോൾ ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ശബ്ദമൊന്നും കിട്ടിയിട്ടില്ല. സോ നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങുകയാണ്. മാലയൊക്കെ പാക്ക് ചെയ്തു. എൻ്റെ അമ്മച്ചിയാണെങ്കിലും നമ്മൾ ഭീമയിൽ നിന്നായിരുന്നു പണ്ട് മുതലേ ഗോൾഡൊക്കെ എടുത്തിരുന്നത്. ഈ സമയത്തൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ മൈക്ക് ഓഫായിരുന്നെന്ന്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എൻ്റെ മുഖത്തെ ഭാവങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് കാണാം. അപ്പൊ നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. അപ്പൊ ഇനി എന്തായാലും ചൂടായിരിക്കും. സഹിക്കന്നെ. ചേച്ചി വണ്ടി എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി താൽ റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുള്ളത്. സോ നമ്മൾ മന്തിയൊക്കെ കഴിച്ച് നമ്മുടെ പ്രയാണം അവസാനിപ്പിച്ചു. ടാറ്റാ.